ബസിന്റെ ഒരു ടയർ പൊട്ടിയതിനെ തുടർന്ന് ഡ്രൈവർക്ക് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതുമൂലം ബസ് ദിശ മാറുകയും അതുവഴി വന്ന ട്രക്കിൽ ഇടിക്കുകയുമാണ് ഉണ്ടായത്. അപകട വിവരം ലഭിച്ച ഉടനെ പോലീസ് വാഹനങ്ങളും ആംബുലൻസുകളും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി. ഹെലികോപ്റ്ററുകൾ എത്തിയാണ് പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിച്ചത്. ആകെ 41 പേരാണ് ബസ്സിൽ ഉണ്ടായത്. ഇതിൽ 7 പേർ മരിക്കുകയും 35 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണ്. ബസ്സും ട്രക്കും തമ്മിലുള്ള ഇടിയുടെ ആഘാതത്തിൽ ഇരു വാഹനങ്ങളും തകർന്നു. ബസ്സിൽ കുടുങ്ങിക്കിടന്ന 24 പേരെ വാഹനം വെട്ടിപ്പൊളിച്ചാണ് പോലീസ് പുറത്തെടുത്തത്. ദുബായ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ നിന്നും ഷെയ്ഖ് സായിദ് റോഡിലേക്കുള്ള അൽ യലായിസ് റോഡിലാണ് ഈ വൻ ദുരന്തം നടന്നത്. ടയർ പൊട്ടിത്തെറിക്കാനുള്ള കാരണം ഇനിയും വ്യക്തമല്ല. ടയറിന്റെ കാലപ്പഴക്കമാണോ വേനൽ ചൂട് കാരണമാണോ ടയർ പൊട്ടിയതെന്നും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും വേനൽ ചൂടിന്റെ കാഠിന്യം ദിനംപ്രതി വർദ്ധിച്ചു വരുന്നതിനിടെ ടയറുകളുടെ സുരക്ഷ കൂടി ഉറപ്പുവരുത്തണമെന്ന വലിയ മുന്നറിയിപ്പാണ് ഈ ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എൽവിസ് ചുമ്മാർ, ജയ് ഹിന്ദ് ന്യൂസ്, ദുബായ്.